തോമസേട്ടാ ചേച്ചി എവിടെ? അയ്യോ അവിടെ രാവിലെ തന്നെ തൊഴിലുറപ്പിന് പോയതല്ല. അയ്യോ ഒരു കാര്യം പറയാൻ വന്നാ ശരിയാ. പോകല്ലേ വന്നാ പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് പോ. അല്ല അത് പേഴ്സണലാ, പിന്നെ പറയാം. എന്നാലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യം എനിക്കും പറയാണ്ട് പറഞ്ഞിട്ട് പോവാൻ. അല്ല അത് ശരിയാവില്ല ഏട്ടാ. ഇതൊക്കെ ശരിയാവോന്ന് എന്താ ശരിയാകാത്തത്? അല്ല അത് ശരിയാവില്ല, പറഞ്ഞാ ശരിയാവില്ല. അത് ശരിയാക്കാൻ നമുക്ക് അത് ശരിയാകും. അത് ശരിയാവില്ല, ചേച്ചിയോട് പറയേണ്ട കാര്യം ചേച്ചിയോട്. അയ്യാ ചേച്ചി ഇല്ലാത്തപ്പോ ഞാനിവിടെ വന്നാലേ നാട്ടുകാർ പിന്നെ അതും ഇതും പറയും. ചേച്ചി ഇല്ലാത്തപ്പോ നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെ അതും ഇതും പറയും. ചേച്ചി ഉള്ളപ്പോ എനിക്കും എല്ലാ അതും ഇതും പറയാൻ പറ്റുമോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകാന്നേ. അതും ഇതും ചേട്ടൻ എന്താ അതും ഇതായി പറയണേ? ഞാൻ പോവാ. പോലെ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. കഴിഞ്ഞ ദിവസം നിന്റെ വീട്ടിൽ ഭയങ്കര ബഹളം കേട്ടായിരുന്നല്ലേ, എന്താ സംഭവം? അത് ചേട്ടൻ അറിഞ്ഞല്ലേ, എന്റെ ഭർത്താവിന് ഭയങ്കര സംശയ ചേട്ടാ. 10 മിനിറ്റ് ആരോടെങ്കിലും സംസാരിച്ച ഭയങ്കര സംശയ. ആ തെങ്ങ് കയറുന്ന ഗോവിന്ദൻകുട്ടിയില്ലേ, അവനോട് ഞാൻ തെങ്ങും തോപ്പിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് 10 മിനിറ്റ് നേരം സംസാരിച്ചു. അതിനാ ചേട്ടാ ഗോവിന്ദൻകുട്ടീനെ അടിച്ചു, എന്നെ അടിച്ചു. 10 മിനിറ്റ് തെങ്ങും തോപ്പിൽ സംസാരിച്ചതിനെ അടിച്ചാ? സംശയ. അയ്യോ എന്തൊരു കെട്ടിയാനോട് ഇങ്ങനെ സംഭവം എപ്പോഴായിരുന്നു? രാത്രി ഒരു 2:45 രാത്രി 2:30 മണിക്ക് തെങ്ങിൻ തോപ്പല് ഗോവിന്ദൻകുട്ടിയായിട്ട് 10 മിനിറ്റ്. തെങ്ങ് കയറുന്ന ആൾക്കാരൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ അതെ, തെങ്ങേറ്റക്കാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് 10 മിനിറ്റ് ഒക്കെ നമ്മൾ സംസാരിക്കേണ്ടി വരും. അല്ല വരുമെന്ന് പറഞ്ഞാണ്. പോലെ ഇങ്ങോട്ട് വന്നേ. എന്താ? ഞാനിവിടെ ഒറ്റക്കിരുന്ന് ബോറടിക്കായിരുന്നു. ഞാൻ അവിടെ ഇരുന്നൊരു ഇംഗ്ലീഷ് സിനിമ കാണിയായിരുന്നു. ഇംഗ്ലീഷാ? മലയാളം തന്നെ എനിക്ക് മനസ്സിലാവാ. ഇങ്ങോട്ട് വന്നേന്ന്. ടൈറ്റാനിക് അല്ല ഉഗ്ര സിനിമയാണ്. ഒരു കഥ പറഞ്ഞു തരാൻ വേണമെങ്കിൽ. ടൈറ്റാനിക് ആ വഞ്ചിയുടെ വഞ്ചിയാ കപ്പലി. കപ്പല് കപ്പല് അത് കണ്ടിട്ട് നല്ല സിനിമ പറഞ്ഞാ മതിയാ. പക്ഷെ ഇവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുഖം ഉണ്ടാവില്ല. അതായത് കുഴപ്പമില്ല. അതായത് വീടിന്റെ മുമ്പിൽ ഒരു കപ്പല്. ഈ കപ്പലിന്റെ ഫ്രണ്ടില് നായികയുണ്ട്, റോസ്. റോസ് എപ്പോഴും വന്ന് ഭയങ്കര രസമാണത്. ചേട്ടൻ പറഞ്ഞിട്ട് മനസ്സിലാവും. അതാണ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണ കാര്യമില്ല. ഇതൊക്കെ കാണിച്ചു തരാം. അതായത് നീ ഒരു നായികയാകും, ഇത് കപ്പല്. ഇതാട്ടാ ഇങ്ങോട്ട് നിന്നേ. അതായത് ഇത് ഇങ്ങനെ നിക്കണം, കണ്ടാ ഇങ്ങനെ നിക്കണം. നീ നായികയാണ്. നായിക ആരാണ്? നായിക റോസ്. അപ്പൊ ഞാൻ നായകനാണ് ജാക്ക്. നീ കൈ അങ്ങ് പിടിക്ക് കേട്ടാ. ഇതാണ് ടൈറ്റാനിക്കാണ് നമ്മ കാണിക്കാൻ പാടുന്നത്. ഈ സിനിമ തിയേറ്ററിൽ നിന്ന് മാറാതെ കളിച്ച പടമാണ്. ഇങ്ങനെയാണ് യേശുക്രിസ്തുവിനെ കുരിശിലടിച്ചത്. ഇനി സംശയം ചോദിച്ചു വരരുത്. അല്ല ഇവക്കെ സൺഡേ സ്കൂളിൽ ബൈബിൾ നാടകം ഉണ്ടായിരുന്നു, ആ മിശിഹാ ചരിത്രം. അതിൽ യേശുക്രിസ്തുവിനെ കുരിശിലടക്കണം എങ്ങനെയാണ് കാണിച്ചു കൊടുക്കായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു കുരിശാ. ആ കൂട്ടത്തിൽ വേറെ കുരിശോട് താങ്ങിക്കൊണ്ട് നടക്കരുത് കേട്ടോ. ഇടി ഞാൻ ഇവിടെ ഉള്ളപ്പോ മറന്നല്ലോ പറഞ്ഞത്. അല്ല അത് ചേച്ചിയുടെ ചിട്ടിക്കളി അല്ല, എന്റെ ചിട്ടിക്കളി അല്ല. എന്താ ചുറ്റിക്കളി? അതെ ചുറ്റിക്കളി. അല്ല ഞാൻ ചിട്ടി പിരിക്കാൻ വന്നതല്ലേ. ആ ചിട്ടി പൊട്ടിപ്പോയി. ചിട്ടിയില്ല, നീ വീട്ടിൽ പോ. എന്നെ സംശയിക്കല്ലേ ചേച്ചി? സംശയിക്കല്ലോ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനിവിടെ ഉള്ളപ്പോഴും വരാമെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടോ. അവള് നാട്ടുകാർക്ക് മൊത്തം കുരിശാ. വീണ്ടും കുരിശ് ചുമക്കാൻ വേണ്ടി അവൾ ഇങ്ങോട്ട് വരുന്നു. നിങ്ങളൊന്നും പറയണ്ട. ഞാനിങ്ങനെ മെക്കാട് പഠിക്കുമ്പോൾ ഇങ്ങനെ നടക്കുന്നവളാണല്ലോ. എന്നെ കൊണ്ട് നിങ്ങൾക്ക് പിടിക്കത്തില്ലല്ലോ. എന്റെ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ കഴിയുന്നവരാ. നിങ്ങൾ ഈ കാണിച്ചത് ശരിയായി. മനസ്സാവാച്ച കർമ്മ അറിയാത്ത കാര്യമാണ് നീ പറയണത്. ഞാൻ നേരത്തെ പോകുന്ന എന്തിനാണെന്ന് അറിയാവാ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ് നമ്മുടെ. എന്റെ മനുഷ്യ, അത് കഴിഞ്ഞ വർഷം നമ്മൾ ആഘോഷിച്ചതല്ലേ? എടി അത് കഴിഞ്ഞ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി. ഇത് ഈ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി. ഈ വർഷം ഉണ്ടോ? അപ്പൊ ആണ്ടാണോ ഇത്? അതൊക്കെ ചത്ത് കഴിഞ്ഞ് ആഘോഷിക്കുന്നതാണ്. ഇത് കല്യാണം കഴിഞ്ഞ് ആഘോഷിക്കുന്ന വെഡിങ് ആനിവേഴ്സറി. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, നമുക്കൊരു കോഴി മണി താർത്താലോ? നമ്മൾ ചെയ്ത കുറ്റത്തിന് എന്തിനാടി ആ കോഴീനെ ശിക്ഷിക്കണത്? അതിന്റെ ആവശ്യമില്ല. എടി ഞാൻ നിനക്ക് അടിപൊളി സമ്മാനമായിട്ടാ വന്നിരിക്കുന്നത്. എന്നാ സമ്മാനം? എടി സമ്മാനം 2 അടിപൊളി നൈറ്റി. ഫുട്പാത്തിൽ നിന്ന് 100 രൂപയ്ക്ക് 2 ചുമന്നു വന്നിരിക്കുക. ചുമ്മാ എടി, ഫുട്പാത്തിൽ നിന്നല്ല, അടിപൊളി കമ്പനി നൈറ്റിയാ വാങ്ങിച്ചേക്കണ. അത് മേടിച്ചപ്പോ ഒരു കൂപ്പൺ കിട്ടിയായിരുന്നു, സമ്മാന കൂപ്പൺ. കൂപ്പണോ? അതൊന്നും അടിക്കത്തൊന്നുമില്ല. അത് അടിച്ചാലും അടിച്ചില്ലെങ്കിൽ എന്ത്? എടി നീ ഒന്ന് നൈറ്റി മേടിച്ചോ? മേടിച്ചെന്ന്. നീ വന്നേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറ. ആ നൈറ്റിയൊക്കെ ഇട്ട് നന്നായിട്ട് കുളിച്ച് എന്റെ മുടിയിൽ കുറെ മുല്ലപ്പൂക്കെ വെച്ച് ഞാൻ സുന്ദരിയായിട്ട് വരട്ടെ. നീ നന്നായിട്ട് കുളിച്ച് പൗഡറൊക്കെ ഇട്ട് ഞാൻ മേടിക്കുന്ന നൈറ്റിയൊക്കെ ഇട്ട് വന്നാൽ സുന്ദരിയാകുമെന്ന് ആരാടി പറഞ്ഞത്?
നിങ്ങൾ പോ, നിങ്ങൾ എന്റെ ഞാൻ സുന്ദരി അല്ലെങ്കിൽ എനിക്ക് 2 കുട്ടികളായില്ലേ, അതിന് വലിയ സൗന്ദര്യം ഒന്നും നോക്കിയില്ലല്ലോ. ആ കാര്യത്തിൽ അത് മാത്രം ബാധകമല്ല. എന്തായാലും നിങ്ങൾ പറഞ്ഞു ശരിയല്ലേ, എനിക്ക് ആവത്തില്ല. കരയല്ലേടി എന്റത്? ചുമ്മാ ഇരുന്ന്. പിന്നെ ഞാൻ നേരത്തെ പഠിച്ചിരിക്കല്ലേ, നിങ്ങൾക്ക് എന്നെ എനിക്കറിയാം. അങ്ങനെ പറയല്ലേടി. എടി സിസിലിയേ, എടി നീ എടാ അങ്ങനെ പറയല്ലേ. നീ എന്റെ എനിക്ക് സൗന്ദര്യം നോക്കിക്കേ. ഇല്ല. നീയാണ് എന്റെ സൗന്ദര്യം. അത്ത പോലെ ഇരിക്കും നമ്മള്. എനിക്ക് സൗന്ദര്യമേ ഇല്ല. എടി നീയാണ് എന്റെ ഐശ്വര്യ റായ്, നീയാണ് എന്റെ സുസ്മിത സെൻ, നീയാണ് എന്റെ ശില്പ ശെട്ടി. എടി എന്തുവാടി എന്തെങ്കിലും കാര്യം പറഞ്ഞ അപ്പോടേക്ക് പോവാനുള്ള ഇത്.